പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഇരുപക്ഷവും തമ്മിൽ ഇരുന്നുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ സൂചനകൾ മാത്രമല്ലേ ഇപ്പോഴുള്ളൂ? ഗാസ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത് എത്രമാത്രം വിശ്വസനീയമാണ്? ശ്രീ മഞ്ജുഷ്, ഗാസ സമാധാന പദ്ധതി അംഗീകരിച്ചു എന്ന നിലയിലുള്ള പ്രചരണമാണ് വരുന്നതെങ്കിൽ പോലും ഹമാസ് അതിൻ്റെ ചില വ്യവസ്ഥകൾ മാത്രമേ അംഗീകരിച്ചതായി അറിവുള്ളൂ. നോക്കൂ, ഹമാസിന് മുന്നിൽ വെച്ച ഒരു പദ്ധതി, അതിൽ ഹമാസിൻ്റെ പങ്കാളിത്തമില്ലാതെ, ചർച്ചകളിൽ ഹമാസിൻ്റെ സാന്നിധ്യം ഇല്ലാതെ, മധ്യസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് അറബി രാജ്യങ്ങളുമായി സംസാരിച്ചു. അതായത് UN ജനറൽ അസംബ്ലിയുടെ സൈഡ് ലൈനിൽ വെച്ച് തയ്യാറാക്കിയ പദ്ധതി. ആ പദ്ധതി ഹമാസ് പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെങ്കിൽ 2-3 കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം. ഒന്ന്, ഹമാസ് ആയുധം താഴെ വെക്കാൻ തയ്യാറാവണം. ഇപ്പോഴും ഹമാസ് അത് പറയുന്നില്ല. ട്രംപ് മുന്നോട്ട് വെച്ച ഹമാസ് അത് അംഗീകരിച്ചിട്ടില്ല. അത് അറബ് രാജ്യങ്ങൾ അത് ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. 2, ഈ ബന്ദികളെ ഒറ്റയടിക്ക് വിടുമോ അതോ ഘട്ടം ഘട്ടമായിട്ട് വിടുമോ? 20 ബന്ദികളെ വിട്ടയക്കാം. 20 എന്നല്ല, ജീവിച്ചിരിക്കുന്ന എത്ര പേരാണോ അത്രയും. 48 ബന്ദികളാണ് ഇനിയും കാണാനുള്ളത്. അവരിൽ 20 പേരോളം ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ് അനുമാനം. മറ്റുള്ളവർ ഒരുപക്ഷെ മരണപ്പെട്ടിരിക്കാം. ജീവനുള്ള ബന്ദികളെ ഒറ്റയടിക്കാണോ പലതായിട്ടാണോ കൈമാറുന്നത്? രണ്ടാമത്തെ കാര്യം. 3, ഹമാസിനെ എങ്ങനെയാണ് ഭാവി ഗാസ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഭാവി ഡിസ്പെൻസേഷൻ്റെ ഭാഗമാക്കി കാണുക? ഇപ്പോൾ പറയുന്ന ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഹമാസിൻ്റെ ഗാസയുടെ ചുമതലയിലേക്ക് വരുന്നത്. അത് ഗ്ലോബൽ ടെക്നോക്രാറ്റുകളല്ല, പലസ്തീനിയൻ ടെക്നോക്രാറ്റ്. അവർ ഗാസയിൽ നിന്നുള്ളവരാണോ, വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരാണോ, അതോ മറ്റേതെങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ച് ഗാസയിൽ എത്തി ചുമതല ഏറ്റെടുക്കുകയാണോ, അവരായിരിക്കും താൽക്കാലിക സംവിധാനത്തിൽ ഇപ്പം ധനകാര്യത്തിന് ചുമതല, പുനരധിവാസത്തിന് ചുമതല, വിദേശകാര്യത്തിന് ചുമതല, ഇതൊക്കെ വഹിക്കേണ്ട ആളുകൾ. അവർക്ക് മേൽ ഒരു സുപ്രീം അതോറിറ്റി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയും അതുക്കും മേലെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുകയില്ലല്ലോ. അതൊരു അംഗീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പൊ ഹമാസിന് ഒരു പക്ഷേ പറയാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങൾ മനസ്സിൽ വരുന്നത് സൂചിപ്പിക്കട്ടെ. ഒന്ന്, ഇതൊരു യുണൈറ്റഡ് നേഷൻസിൻ്റെ പങ്കാളിത്തം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രസ്റ്റിഷിപ്പ് അല്ല, UN ട്രസ്റ്റിഷിപ്പ് അല്ല ഇവിടെ വരാൻ പോകുന്നത്. ഒരു പ്രൈവറ്റ് ട്രസ്റ്റിഷിപ്പാണ് ഹമാസിന് വേണ്ടി അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി വരാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രൈവറ്റ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് അത്ര പരിചിതമായ ഒരു കാര്യമല്ല. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റിഷിപ്പ് എത്രത്തോളം ബലവത്താകും? അതൊന്ന്. 2, യുദ്ധത്തിൽ കുറ്റവാളികളുണ്ടാകാം, യുദ്ധക്കുറ്റങ്ങളുണ്ടാകാം, നഷ്ടപരിഹാരങ്ങളുണ്ടാകാം. ഏത് മഹായുദ്ധവും അവസാനിക്കുമ്പോൾ ചില കണക്കുകൾ അവിടെ തീർക്കേണ്ടതുണ്ട്. അതായത് കണക്ക് തീർക്കൽ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നഷ്ടപരിഹാരം. ഗാസയ്ക്ക് വേണ്ടി ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു. അങ്ങനെയെങ്കിൽ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ തോറ്റ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ജപ്പാൻ്റെയും കയ്യിൽ നിന്നും വലിയ തുക ഈടാക്കിയത് അല്ലെങ്കിൽ യുദ്ധ അവസാനം, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അല്ല, പക്ഷേ ഗാസയുടെ പുനർനിർമ്മാണം എന്നുള്ള നിർദ്ദേശം അമേരിക്ക, അത് അറബ് രാജ്യങ്ങൾ അത് ഏർപ്പെടും. അല്ലാതെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും ഉണ്ടാവുകയില്ല. 3ാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനുശേഷം ഒരു ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഗാസ, അതേക്കുറിച്ച് ഒരു സംസാരവുമില്ല. കാരണം ഗാസയുടെ ജനങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഗാസയുടെ പുനർനിർമ്മാണത്തിനോ ഭരണകൂടത്തിൻ്റെ നിർമ്മാണത്തിലോ ഗാസ ജനങ്ങളുടെ അഭിപ്രായം ഇവിടെ സ്വീകരിക്കുന്നതേയില്ല. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഹമാസിന് മറുപക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങളെങ്കിലും വാദിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർ കൂടുതൽ സമയം ചോദിച്ചത്. CK ഷാക്കിർ, പക്ഷേ ഇതൊരു കീഴടങ്ങുവാനുള്ള നിർദ്ദേശമായിട്ട് തന്നെ കാണേണ്ടി വരുമല്ലോ. കാരണം ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതാണല്ലോ ഒരു അന്ത്യശാസ്ത്രം നൽകുകയും അതോടൊപ്പം തന്നെ മരണം പെയ്തിറങ്ങും, അല്ലേ, നരകം പെയ്തിറങ്ങും എന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി വരുന്നതും. അതായത് ഇത് ആയുധം വെച്ച് കീഴടങ്ങുക, അതാണ് നിരായുധീകരണം. ഇസ്രായേലിന് മുന്നിൽ